ചില ആളുകൾ പോരാട്ടത്തിന്റെ ഭൂമിയിലേക്ക് പോയപ്പോൾ മന്ത്രിച്ചൂതിയ ചരടുകൾ കെട്ടി, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന വാദവുമായി ചില ആളുകൾ രംഗത്തു വന്നു. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മന്ത്രിച്ചൂതിയ ചരടുകൾ കെട്ടുക, ഉറുക്ക് കെട്ടുക, ഏലസ് കെട്ടുക. എന്നാൽ മഹാന്മാരായ സ്വഹാബികൾ മനസ്സിലാക്കിയത് അങ്ങനെയല്ല. ഉറുക്ക് കെട്ടുന്നതിനേക്കാൾ അവർ ഇഷ്ടപ്പെട്ടത് മരണത്തെയാണ്. അബൂ മഅബദുൽ ജുഹനി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം രോഗബാധിതനായി കിടന്നപ്പോൾ ചില അറിവില്ലാത്ത ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, അലാ തുഅല്ലിഖു ഷൈഅ, എന്തെങ്കിലും മന്ത്രിച്ചൂതിയ ചരടുകൾ കെട്ടിക്കൂടെ ഈ രോഗമൊന്ന് മാറാൻ, ഈ പ്രയാസമൊന്ന് നീങ്ങാൻ? അദ്ദേഹം പറഞ്ഞത് വൽ മൗതു അഖറബു മിൻ ദാലിക്, അതിനേക്കാൾ എനിക്കിഷ്ടം ഞാൻ മരിച്ചു പോകുന്നതാണെന്നാണ്. അപ്പൊ ഇവിടെ ചില ആളുകൾ മരിക്കാതിരിക്കാൻ മന്ത്രിച്ചൂതിയ ചരട് കെട്ടിയതിനെ കുറിച്ച് സംസാരിക്കുന്നു. സ്വഹാബത്ത് നേരെ തിരിച്ചാ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു ചരട് കെട്ടുന്നതിനേക്കാൾ അവർ ഇഷ്ടപ്പെട്ടത് മരണത്തെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ അല്ലഖ ശൈഅൻ വുകില ഇലൈഹി, അത്തരം ചരടുകളോ അതേപോലെയുള്ള തകിടുകളോ ആരെങ്കിലും കെട്ടിയാൽ അവന്റെ തവക്കുൽ അതിലേക്കായി മാറും. അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം അയാൾക്ക് ലഭിക്കുകയില്ല എന്നാണ്. അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കണമെങ്കിൽ അതൊക്കെ പൊട്ടിച്ചെറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പോകുന്ന ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ ഒരു റസൂലിനെ, ഒരു ദൂതനെ പറഞ്ഞയച്ചിട്ട് ആ സൈന്യത്തോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഹദീസുകളിൽ നമുക്ക് കാണാം, ലാ യബ്ഖയന്ന ഫീ റഖബതി ബഈരിൻ ഖിലാദത്തുൻ മിൻ വതരിൻ വലാ ഖിലാദ ഇല്ലാ ഖുതിഅത്, ഒരൊറ്റ ഒട്ടകത്തിന്റെ കഴുത്തിലും മന്ത്രിച്ചൂതി കെട്ടിയ ചരടുകളോ തകിടുകളോ അതേപോലെയുള്ള മാലകളോ ഉണ്ടാവരുത്, പൊട്ടിച്ചെറിയണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഹദീസിന്റെ ശറഹ് എടുത്തു നോക്കുക. പണ്ഡിതന്മാർ വിശദീകരിച്ചു, കണ്ണേറ് തട്ടാതിരിക്കാനും ഉപദ്രവങ്ങൾ തട്ടാതിരിക്കാനും കൂടുതൽ കാഷ്വാലിറ്റീസ് ഇല്ലാതിരിക്കാനും അവർ മന്ത്രിച്ചൂതിയ ചരടുകൾ കെട്ടുന്ന ഒരു സമ്പ്രദായം അവർക്കുണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, ഈ ഉമ്മത്തിൽ അത് പാടില്ല, അത് പൊട്ടിച്ചെറിയണം എന്നാണ് റസൂലുള്ള പറയുന്നത്. അപ്പോഴാണ് ചില ആളുകൾ പോരാടാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് മന്ത്രിച്ചൂതിയ ചരടുകൾ കെട്ടിക്കൊടുക്കുന്നതും അത് ഇസ്ലാമിന്റെ വലിയ കാര്യമായി അവതരിപ്പിക്കുന്നതും. നിങ്ങൾ നോക്കൂ, തല തിരിഞ്ഞ രൂപത്തിലാണ് ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് സമൂഹത്തെ അവർ പിഴപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയിലേക്കല്ല അവർ ക്ഷണിക്കുന്നത്, മറിച്ച് ശിർക്കൻ പ്രവർത്തനങ്ങളിലേക്ക് സമൂഹത്തെ ക്ഷണിക്കുന്നു. വെറുതെയല്ല പ്രവാചകൻ ദജ്ജാലിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നത് ഇതേപോലെയുള്ള ആളുകളെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ 10 ആളുകൾ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നു. 9 ആളുകൾക്ക് പ്രവാചകൻ കൈകൊടുത്തു. 10ാമത്തെ ആളെ ഒഴിവാക്കിയപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ ബയഅത തിസ്അ വതറക്ത ഹാദാ, 9 ആളുകൾക്കും കൈകൊടുത്ത താങ്കൾ എന്താണ് ഇദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അലൈഹി തമീമ, അവൻ തമീമത്ത് കെട്ടിയിട്ടുണ്ട്. മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക്, തമീമത്ത് കെട്ടിയവൻ ശിർക്കാണ് ചെയ്യുന്നത്, വലിയ ഇസ്ലാമിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത് നല്ല പ്രവാചകൻ പഠിപ്പിച്ചത്. തമീമത്ത് കെട്ടിയവൻ ശിർക്ക് ചെയ്യുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന് അന്യമാണത്. അള്ളാഹുവിന്റെ പ്രവാചകൻ വിലക്കിയിട്ടുള്ള കാര്യമാണ് ഇതേപോലെയുള്ള ചരടുകളും ഉറുക്കുകളും ഏലസുകളും തകിടുകളും കെട്ടുക, അത് കെട്ടിത്തൂക്കുക. അത് കഴുത്തിലാകട്ടെ, ശരീരത്തിന്റെ ഏതു ഭാഗങ്ങളിലാകട്ടെ, വാഹനത്തിലാകട്ടെ, കടകളിലാകട്ടെ, എവിടെയാകട്ടെ, ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. പൊട്ടിച്ചെറിയാനാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പോഴേ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകൂ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഉറുക്കും അതേപോലെയുള്ള ചരടുകളും കെട്ടിയിട്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ, അത് കെട്ടുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം മരണമാണെന്ന് പറഞ്ഞ സ്വഹാബത്തിലാണ് നമുക്ക് മാതൃകയുള്ളത്. അതുകൊണ്ട് തന്നെ സമൂഹമേ, നിങ്ങളെ വഴിതെറ്റിക്കുന്ന നേതൃത്വത്തെ, നേതാക്കളെ നിങ്ങൾ കരുതിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖിയാമത്ത് നാളിലെ ഒരു രംഗം, യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂല. അന്ന് ചില ആളുകൾ നരകത്തിൽ കടന്ന് പറയും, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ. വഖാലു റബ്ബനാ ഇന്നാ അതഅന സാദതനാ വകുബറാഅനാ ഫഅളൂന സബീല. അള്ളാഹുവെ, ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലെ നേതാക്കന്മാരെയും പ്രമാണിമാരെയും അനുസരിച്ചു. അവരുടെ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ, അവരുടേതായ സമൂഹത്തിലെ നേതൃത്വവും ഗാംഭീര്യവും ഒക്കെ കണ്ടപ്പോൾ അവരാണ് വലിയ ആളുകൾ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. അതുകൊണ്ട് അള്ളാഹുവെ, ഇരട്ടി ശിക്ഷ നീ അവർക്ക് നൽകണമേ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലെ സാദാത്തുക്കളെയും അതേപോലെ തന്നെ ഉള്ള ആളുകളെയും അല്ല നമ്മൾ പിൻപറ്റേണ്ടത്. നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം, ദീന് പഠിക്കണം. നിങ്ങളെ പലതിന്റെയും പേരിൽ വഴിതെറ്റിക്കുവാൻ, അത് രാഷ്ട്രീയത്തിന്റെ പേരിലാകാം, മതപ്രസ്ഥാനങ്ങളുടെ പേരിലാകാം, മറ്റ് ഏത് വിഷയങ്ങളുടെ പേരിലാകാം, സമൂഹമേ, നിങ്ങളെ വഴിതെറ്റിക്കുന്ന ആളുകളെ കരുതിയിരിക്കണം. ദജ്ജാലിനേക്കാൾ റസൂലുള്ള ഭയപ്പെട്ടത് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഇതേപോലെയുള്ള അയിമത്തുകളെയാണ് എന്ന ഹദീസ് നമ്മൾ ഉൾക്കൊള്ളുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വിഷമസന്ധികളിലും പ്രയാസഘട്ടങ്ങളിലും മറ്റേത് രംഗങ്ങളിലും ഒരു സമൂഹത്തിന് നമ്മൾ മാർഗദർശനം നൽകേണ്ടത് അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ്, അവരെ സുന്നത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ്. ശിർക്ക് ചെയ്തും ബിദ്അത്ത് ചെയ്തും അള്ളാഹുവിന്റെ സഹായം നേടിയെടുക്കാമെന്ന് ഒരാളും വിചാരിക്കരുത്. പൂർവികരായ സ്വഹാബത്ത്
എന്തുകൊണ്ടാണോ അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ അർഹരായി തീർന്നത്, അതുകൊണ്ട് മാത്രമേ പിൽക്കാലഘട്ടക്കാരായ സമൂഹത്തിനും സഹായം ലഭിക്കുകയുള്ളൂ. അവർ തൗഹീദിനെ കൈവിട്ട് കളിച്ചിട്ടില്ല, പ്രവാചക ചര്യയെ കൈവിട്ട് കളിച്ചിട്ടില്ല. അതുകൊണ്ട് തൗഹീദിനെ മുറുകെ പിടിക്കുക, പ്രവാചകന്റെ ചര്യയെ മുറുകെ പിടിക്കുക, ജനങ്ങളെ വഴിതെറ്റിക്കുന്ന അയിമ്മത്തുകളെ കരുതിയിരിക്കുക, മതത്തിൽ നല്ല അറിവുള്ള ആളുകളാവുക, മുൻധാരണകളും പക്ഷപാതിത്വവും മാറ്റിവെച്ച് തെളിഞ്ഞ ബുദ്ധിയോടുകൂടി ചിന്തിക്കുക. എങ്കിലേ നമുക്ക് ഇഹത്തിലെയും പരത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുകയുള്ളൂ.